ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും കിരീട സാധ്യതയുള്ള രണ്ട് ടീമുകളാണ് നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനും നിലവിലെ കോപ്പ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഈ രണ്ട് ടീമും നിലവിൽ റൗണ്ട് ഓഫ് 32 കടന്നിട്ടുണ്ട്. അർജന്റീനയും സ്പെയിനും വെച്ച് നോക്കുമ്പോൾ വേൾഡ് കപ്പിൽ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തി നിൽക്കുന്നത് ലിയോ മെസ്സിയുടെ അർജന്റീന തന്നെയാണ്. ലോകം കാത്തിരുന്ന റൗണ്ട് ഓഫ് 32 അർജന്റീന സ്പെയിൻ പോരാട്ടം വരുമെന്ന് സാധ്യതയുണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ അത് വരാതിരിക്കുകയായിരുന്നു. ഇനി രണ്ട് ടീമുകളും ഫൈനലിൽ വെച്ച് മാത്രമേ ഏറ്റുമുട്ടുകയുള്ളൂ. ഇപ്പോൾ ഇത് അർജന്റീനയെക്കുറിച്ചും ലിയോ മെസ്സിയെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് സ്പെയിനിൻ്റെ സൂപ്പർ താരമായ ലമിനെ യമാൽ. ലിയോ മെസ്സിയെ പോലെ തന്നെ താൻ കളിച്ച ആദ്യ വേൾഡ് കപ്പിൽ ഗോളുമായി ലമിനെ യമാൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. സൗദി അറേബ്യക്കെതിരായുള്ള പോരാട്ടത്തിലായിരുന്നു യമാലിൻ്റെ ആദ്യ വേൾഡ് കപ്പ് ഗോൾ. ഗ്രൂപ്പ് സ്റ്റേജുകൾ തനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്നും നോക്കൗട്ടുകളാണ് തനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്നും ഇനി ഗോൾ അടിച്ച് കൂട്ടുമെന്നും ലമിനെ യമാൽ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ അർജന്റീനയെക്കുറിച്ചും മെസ്സിയെക്കുറിച്ചും താരം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ മത്സരം ഞാൻ വീക്ഷിക്കാറുണ്ട്. അതിനു കാരണം ലിയോ മെസ്സിയാണ്. മെസ്സിയുടെ കളി കാണാനാണ് ഞാൻ അർജന്റീനയുടെ മത്സരങ്ങൾ വെക്കുന്നത്. മെസ്സി അർജന്റീനയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അർജന്റീനയുടെ കളി കാണുമായിരുന്നില്ല. മെസ്സി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അർജന്റീനയുടെ കളി വാച്ച് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കളി എനിക്ക് കാണണം. ലിയോ മെസ്സി വിസ്മയം തീർക്കുമെന്ന് എനിക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ 6 ഗോളുകൾ അടിച്ചു കൂട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു മാസ്മരിക പ്രകടനം തന്നെയാണ് ലിയോ കാഴ്ചവെച്ചത്. ഗ്രൂപ്പ് റൗണ്ടിലെ ഒരു മത്സരത്തിൽ മാത്രമാണ് ലിയോ മെസ്സി മുഴുവൻ സമയവും കളിച്ചത്. എന്നിട്ടും 3 മത്സരങ്ങളിൽ 6 ഗോളുമായി മെസ്സിയാണ് ടോപ്പ് സ്കോറർ. യുവ സൂപ്പർ താരം ലമിനെ യമാലിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് ലിയോ മെസ്സി. ഇനി ലമിനെ യമാലിൻ്റെ വിസ്മയം കാണാനാകുമോ എന്ന് നമ്മൾ കാത്തിരുന്നു തന്നെ കാണണം. തൻ്റെ 17ാം വയസ്സിൽ ഫുട്ബോൾ ലോകത്തെ ആർക്കും ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും യമാൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ അദ്ദേഹത്തിൽ നിന്ന് കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.